ഒന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. എതിർപ്പുകൾക്കിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണിന് കോൺക്ലേവിന് ചുമതല നൽകി. നവംബറിൽ കൊച്ചിയിൽ കോൺക്ലേവ് നടത്താനാണ് തീരുമാനം. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, എങ്ങനെയായിരിക്കും ഈ ഒരു കോൺക്ലേവിന്റെ പ്രാഥമിക നടപടികൾ? ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടോ? അടുത്ത നവംബർ മാസം പകുതിക്ക് ശേഷം കൊച്ചിയിൽ വെച്ച് കോൺക്ലേവ് നടത്താനുള്ള ഒരു തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും വന്നതിന് ശേഷമാണ് ചലച്ചിത്ര മേഖലയിൽ ഇത്തരത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് നടത്താൻ തീരുമാനിക്കുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണിനാണ് ഈ ഒരു നടത്തിപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. സമഗ്രമായ സിനിമാ നയം രൂപീകരിക്കുന്നതിന് മുന്നോടിയായാണ് സിനിമാ മേഖലയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തി വിപുലമായ കോൺക്ലേവ് നടത്തുന്നത് എന്നതാണ് സർക്കാരിന്റെ വിശദീകരണം. പക്ഷേ കോൺക്ലേവുമായിട്ട് സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺക്ലേവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ കോൺക്ലേവ് എന്നതാണ് WCC ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോൺക്ലേവിൽ WCCയിലെ അംഗങ്ങൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുകയാണ്. അഭിനേതാക്കളുടെ സംഘടനയും കോൺക്ലേവിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ യാതൊരുവിധ ഒരു വ്യക്തതയും ഇതുവരെയും ഈ നിമിഷം വരെയും ലഭിച്ചിട്ടില്ല. ഭാവി സിനിമാ നയത്തിന് കോൺക്ലേവ് അനിവാര്യമാണെന്നാണ് സർക്കാർ പറയുന്നത്. അതിനുവേണ്ടിയാണ് നവംബറിൽ കൊച്ചിയിൽ വെച്ച് ഇത്തരത്തിലൊരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ വിദേശ ഡെലിഗേറ്റുകൾ അടക്കം 350 പേരെ പങ്കെടുപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏകദേശം ഈ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. 3-5 ദിവസം തുടർച്ചയായിട്ട് ഉണ്ടാകുന്ന ഒരു കോൺക്ലേവ് ആയിരിക്കും നവംബറിൽ സംഘടിപ്പിക്കുക എന്ന ഒരു വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും വിദേശ ഡെലിഗേറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ അതിൽ മലയാള സിനിമയിലെ താരസംഘടനയും WCC അടക്കമുള്ള സംഘടനാ നേതാക്കളും മാറി നിൽക്കുകയാണെങ്കിൽ പിന്നെ മലയാള സിനിമയിലെ ഒരു പ്രശ്ന പരിഹാരം അത് എങ്ങനെയാണ് കോൺക്ലേവിലൂടെ നടക്കുന്നത് എന്നത് മറ്റൊരു നിലനിൽക്കുന്ന വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും കോൺക്ലേവിലൂടെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്, എന്താണ് കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി സാംസ്കാരിക വകുപ്പ് അടക്കമുള്ള സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത. എന്തായാലും കോൺക്ലേവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നൊരു ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. നവംബർ മാസമായിരിക്കും കോൺക്ലേവ് നടക്കുക എന്നും അതിന്റെ ചുമതല ഡയറക്ടർ കൂടിയായ ഷാജി എൻ കരുണിന് നൽകിയതായിട്ടുമുള്ള ഒരു അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ നിമിഷം ലഭിക്കുന്നത്. തുടരുക. എന്തായാലും എതിർപ്പുകൾക്കിടയിൽ ഇപ്പോൾ സിനിമാ കോൺക്ലേവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണിന് കോൺക്ലേവിൻ്റെ ചുമതല നൽകിയിട്ടുണ്ട്. നവംബറിൽ കൊച്ചിയിൽ വെച്ച് കോൺക്ലേവ് നടത്താനാണ് എന്തായാലും തീരുമാനമായിരിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13-കാരിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു. കുട്ടിയുടെ കാര്യത്തിൽ തുടർ നടപടി ചർച്ച ചെയ്യാൻ ശിശുക്ഷേമ സമിതി യോഗം ഇന്ന് ചേരും. മാതാപിതാക്കൾ